ഒരു പിഴവ്, ഒരു കുറവ് നമുക്കുണ്ടായി എന്നുള്ള കാര്യത്തിനകത്തിൽ ഞാനൊരു വ്യക്തി എന്ന നിലയ്ക്ക് എന്നെ അത് വളരെയധികം സങ്കടപ്പെടുത്തിയിട്ടുണ്ട്. അതായത് കേരളം ഒരു ചരിത്രത്തിലേക്ക് വീണ്ടും മാറുകയാണ്. കേരളത്തിന് നീണ്ടകാലത്തെ മാരിടൈം ചരിത്രമുള്ള ഒരു കാലമായിരുന്നു. അതിൽ ആ ചരിത്രം നമുക്ക് ഇടയ്ക്ക് കൈവിട്ടുപോയി. അത് വിഴിഞ്ഞ തുറമുഖത്തിൻ്റെ പ്രവർത്തനത്തോടു കൂടി നമ്മൾ ഒരു പരിധി വരെ റീസ്റ്റാർട്ട് ചെയ്തു. അത് ഇന്ത്യയുടെ മാരിടൈം ചരിത്രം മാത്രമല്ല, ലോകത്തിൻ്റെ മാരിടൈം ചരിത്രവും അതിനകത്തിലേക്ക് ഉൾപ്പെടുത്തും എന്ന് പറഞ്ഞു. 10 വർഷത്തെ ആക്ട് വെച്ചുകൊണ്ട് നടത്തിയ പ്രവർത്തനങ്ങളെ ഗവൺമെൻറ് ഏറ്റവും അടിയന്തരമായിട്ട് പരിശോധനയ്ക്ക് വിധേയമാണ്. നമസ്കാരം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് 1000ാമത്തെ കപ്പൽ എത്തുകയാണ്. മദർഷിപ്പ് MSC ലൂസിയാന എന്ന കപ്പൽ വിഴിഞ്ഞം തുറമുഖത്ത് അടുക്കുമ്പോൾ കേരള ജനത പ്രതീക്ഷിക്കേണ്ടത് എന്തൊക്കെയാണ്? അതുകൂടാതെ ഇക്കഴിഞ്ഞ ബഡ്ജറ്റിലാണ് മുഖ്യമന്ത്രി VD സതീശൻ മിഷൻ സമുദ്ര പ്രഖ്യാപിച്ചതും. ഇത് രണ്ടും കുട്ടിവായിക്കുമ്പോൾ കേരളത്തിൻ്റെ തുറമുഖ വ്യവസായത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്? ഈ വിഷയത്തിൽ ഇന്ന് മറുനാടനോട് പ്രതികരിക്കുകയാണ് തുറമുഖ വിദഗ്ധനായ ശ്രീ നാണു വിശ്വനാഥൻ. സർ, വിഴിഞ്ഞം തുറമുഖത്ത് 1000ാമത്തെ കപ്പൽ വരികയാണ്. അതായത് വാണിജ്യ കപ്പൽ. ഏറെ പ്രതീക്ഷകൾ ഉണ്ട് എങ്കിലും അതിൽ ചില നിരാശകളും ഉണ്ടോ എന്നുള്ള ചോദ്യമാണ് ആദ്യമായിട്ട് നമുക്ക് ഇന്നത്തെ ഈ നല്ല ദിവസത്തിൻ്റെ സന്തോഷം പങ്കിടാം. ആ നല്ല ദിവസത്തിൻ്റെ സന്തോഷം എന്ന് പറയുമ്പോൾ ഒരു ചരിത്ര ദിനം കൂടി കേരളത്തിൻ്റെ ചരിത്രത്തിലേക്ക് എഴുതി ചേർക്കാൻ പോവുകയാണ്. ഒരു പുതിയ അധ്യായം കൂടെ. ഇന്ത്യൻ പെനിൻസുലയുടെ തെക്കേയറ്റത്തുള്ള കേരളത്തിന്, നമ്മുടെ തലസ്ഥാന നഗരിയിലെ വിഴിഞ്ഞത്തേക്ക് 1000 കപ്പൽ എത്തുന്ന, 1000 കപ്പൽ മീൻസ് 999 കഴിഞ്ഞ് 1000ാമത്തെ കപ്പലെത്തുന്ന ഒരു ദിനമാണ്. MSCയുടെ ലൂസിന എന്ന് പറയുന്ന ഒരു കപ്പൽ. വളരെ സന്തോഷകരമായൊരു മുഹൂർത്തം കൂടാണ്. ഒപ്പം നമ്മളിത് ഓർക്കുമ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിനു വേണ്ടി വർഷങ്ങളായിട്ട് നേരിട്ടും പരോക്ഷമായിട്ടും പ്രവർത്തിച്ചിട്ടുള്ള ധാരാളം പേർ ഉണ്ട്. അവരിൽ പലരും നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുമുണ്ട്. പലരും ഇന്നും ജീവിച്ചിരിക്കുകയും ഈ സന്തോഷ ദിനത്തിൻ്റെ ഭാഗമാകാൻ കഴിയുന്നവരുമുണ്ട്. നമുക്കാദ്യം അവരെ ഓർത്ത് അവർക്കൊരു നന്ദി അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ഇൻ്റർവ്യൂ തുടങ്ങുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. നന്ദിയുള്ള മനുഷ്യരായിരിക്കണമല്ലോ നമ്മൾ എന്നും. കേരളത്തിലെ പല തുറമുഖങ്ങളും, വിഴിഞ്ഞം മാത്രമല്ല, ഈ തുറമുഖങ്ങളുടെ വികസനത്തിൽ പല വ്യക്തികളും അറിഞ്ഞോ അറിയാതെയോ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ വലിയ വളർച്ചയിലേക്ക് എത്തുമ്പോൾ അവരെയൊക്കെ വിസ്മരിച്ചോ എന്നുള്ള ചോദ്യവുമുണ്ടല്ലോ. വളരെ കാര്യപ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ്. സത്യസന്ധമായിട്ട് മറുപടി പറയാൻ ശ്രമിച്ചാൽ ഒരുപാട് പേരെ വിസ്മരിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അവർക്ക് നൽകപ്പെടേണ്ട അർഹമായിട്ടുള്ള അംഗീകാരമോ മറ്റ് കാര്യങ്ങളോ ചെയ്തിട്ടില്ല എന്നുള്ളത് ഒരു ദുഃഖസത്യം തന്നെയാണ്. വിട്ടുപോയ പലരെയും നമ്മൾ ഈ വിഴിഞ്ഞത്തിൻ്റെ തുറമുഖ ഉദ്ഘാടനത്തിലോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള പല പ്രവർത്തനങ്ങളിലോ ഒക്കെ നമ്മൾ ഒന്ന് ഓർമ്മിക്കാൻ വാക്കുകൾക്ക് ലുപ്തി കാണിച്ചിട്ടുണ്ട്. വിഴിഞ്ഞം എന്ന് പറയുന്ന തുറമുഖം ഒരു കഴിഞ്ഞ 3 പതിറ്റാണ്ടിൻ്റെ ചരിത്രം എടുത്തു നോക്കിയാൽ അത് കേരളത്തോട് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള ഒരാളാണ് ബഹുമാന്യനായ മാധ്യമപ്രവർത്തകൻ ഏലിയാസ് ജോൺ. ഏലിയാസ് ജോണിൻ്റെ കൂടെ കുറച്ച് ചെറുപ്പക്കാർ, ഹാർബർ വിജയൻ ചേട്ടൻ, ഡെന്നീസ് ജോസഫ് എന്ന് പറയുന്ന കൊച്ചിയിലെ ഗൾഫ് ഏജൻസിയിൽ വർക്ക് ചെയ്തിട്ടുള്ള ആ ചേട്ടൻ, ആദരണീയനായിട്ടുള്ള നമ്മുടെ ഗായകനായിട്ടുള്ള യേശുദാസ് സാർ, നമ്മുടെ MP സുരേഷ് കുർപ്പ് സാർ, അതുപോലെ തന്നെ നമ്മുടെ ട്രിവാൻഡ്രം ചേംബർ ഓഫ് കൊമേഴ്സ്, അങ്ങനെ നിരവധി ഓർഗനൈസേഷൻസ്, ഞാൻ ഉൾപ്പെടെ ഒരുപാട് പേര് ഇതിൻ്റെ പിന്നിലേക്ക് അശ്രാന്തം പരിശ്രമിച്ചിട്ടുള്ളതാണ്. അതിനകത്തിലെ യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുഴങ്ങിക്കേട്ടൊരു ശബ്ദമായിരുന്നു ഏലിയാസ് ജോണിൻ്റേത്. കേരളത്തിനോട് ഇത് അന്താരാഷ്ട്ര തുറമുഖത്തിൽ നിന്നും അന്താരാഷ്ട്ര കപ്പൽപാതയിൽ നിന്ന് ഇത്ര ദൂരത്തിലാണെന്നും ഇത്ര ഡെപ്ത് ഉണ്ടെന്നും
ഇത് ഇന്ത്യയുടെ ഒരു ഗെയിം ചേഞ്ചറാണെന്ന് ഉള്ള തരത്തിലേക്ക് അദ്ദേഹം കേരളത്തിൽ വളരെയധികം അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ള ഒരാളാണ്. അതുപോലെ ഈ ഹാർബർ വിജയൻ ചേട്ടനായാലും ശരി, ഡെന്നി ജോസഫ് സാറായാലും അവരുടെ ചെറുപ്പക്കാരുടെ ഒരു വലിയ ടീമായിട്ടുള്ളതായാലും പിന്നെ വെങ്ങാനൂർ ഗോപകുമാർ ചേട്ടനൊക്കെ ആണെങ്കിലും ഒക്കെ പോലും, പക്ഷെ പലപ്പോഴും എന്നെയും സങ്കടപ്പെടുത്തുകയും പലപ്പോഴും ഞാൻ പല ലോകരാജ്യങ്ങളിലെ മീറ്റിങ്ങിൽ പോകുമ്പോൾ മലയാളികളായിട്ടുള്ള ധാരാളം പേർ എൻ്റെ അടുക്കലേക്ക് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, സാർ അവരൊക്കെ ഇത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്തപ്പോൾ ഒരു പക്ഷേ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുമ്പോൾ ഞാൻ കൂടുതലും അതായത് വിദേശത്തായിരുന്നു നിന്നുകൊണ്ടായിരുന്നു പ്രവർത്തനം നടത്തിയത്. ഇവിടെ അതിനുശേഷമാണ് കൂടുതലായിട്ട് അതിനകത്തിലേക്ക് വന്നത്. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ അവരെ ഒരു വേണ്ട തരത്തിലേക്ക് അവരത് ഇഷ്ടപ്പെടുകയോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല, അവരുടെ മാനസികാവസ്ഥ എന്താണെന്നും ഒന്നും എനിക്കറിയത്തില്ല. എങ്കിൽ പോലും അവിടെ ഒരു പിഴവ്, ഒരു കുറവ് നമുക്കുണ്ടായി എന്നുള്ള കാര്യത്തിനകത്തിലെ ഞാനൊരു വ്യക്തി എന്ന നിലയ്ക്ക് എന്നെ അത് വളരെയധികം സങ്കടപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് പ്രവാസി മലയാളികളും അല്ലാത്തവരുമായിട്ടുള്ളവർ പല വേദികളിൽ വെച്ചും എന്നോട് അത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതൊരു സത്യമാണ്. ഈ കപ്പലുകൾ നിരന്തരം വരുന്നു, 1000ാമത്തെ കപ്പൽ എത്തുന്നു. അപ്പോഴും ഉയർന്നു വരുന്ന ചോദ്യം ഈ കാർഗോയുമായി ബന്ധപ്പെട്ടും അതിനനുബന്ധമായുള്ള ഘടകങ്ങളും വളർച്ച കൈവരിച്ചു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഞാൻ പല ഇൻ്റർവ്യൂവിലും ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, തുറമുഖം കേവലം അടിസ്ഥാന സൗകര്യമാണ്. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പ്രവർത്തനം അതായത് തുടങ്ങിയപ്പോൾ തന്നെ ആദ്യ കാലഘട്ടത്തിനകത്ത് ഇത് മുന്നോട്ട് സക്സസ് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുമോ എന്നൊക്കെയുള്ള നമുക്ക് സംശയമുണ്ടായിരുന്നു എന്ന് പറയാം. പക്ഷേ ഒന്നാം ഘട്ടം നമ്മൾ പൂർത്തീകരിച്ച് നമ്മളുടെ കപ്പലുകൾ വന്നപ്പോൾ തൊട്ട് തന്നെ ആദ്യ മൂറിങ്ങിന് വേണ്ടിയുള്ള കപ്പൽ ആദ്യ സമയത്ത് നമ്മുടെ സാൻ ഫ്രാൻസിസ്കോ എന്ന് പറയുന്ന കപ്പൽ വന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി കൃത്യമായിട്ട് ഇതിനെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്ന്. നമ്മളൊരു വലിയ ഉത്സവമായിട്ട് അത് കൊണ്ടുപോയതാണ്. പക്ഷേ അതിനുശേഷം ഇത്രയും നാളായിട്ട് നമ്മൾ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇത്രയും ഫണ്ട് കടം പോലും എടുത്തു കൊടുത്തിട്ട് സ്റ്റേറ്റ് ഫണ്ടും പിന്നെ കേന്ദ്രത്തിൻ്റെ ഫണ്ടും അദാനിയുടെ ഫണ്ടുമായിട്ടുള്ള ഇതുവരെയായിട്ടും ജനങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. അതിനനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള കാര്യം അത് എല്ലാ ജനങ്ങളും നമ്മളോട് ചോദിക്കപ്പെടുന്ന ഒരു ചോദ്യമാണ്. ഇത് എപ്പോഴും ഓപ്പൺ ചെയ്യും, ഇത് എപ്പോഴും ഞങ്ങൾക്കിത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും? കാരണം അവർ പിന്നെ തൂത്തുക്കുടിയിലും മറ്റു പല പ്രദേശങ്ങളിലും കൊണ്ടുപോയിട്ടാണ് കണ്ടെയ്നറും കാർഗോയും കൊണ്ടുവരുന്നവരുണ്ട്. പിന്നെ നാട്ടിലുള്ള ആൾക്കാർ അവരുടെ ഈ ജന്മത്തെങ്കിലും ഞങ്ങൾക്ക് ഈ തുറമുഖം ഉപയോഗിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഞങ്ങൾക്കിതുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നൊക്കെയുള്ള പ്രതീക്ഷയിൽ നിൽക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു നിമിഷം പോലും ഇനിയും തുറമുഖത്തിൻ്റെ പ്രവർത്തനം ജനങ്ങൾക്ക് കിട്ടത്തക്ക തരത്തിലേക്ക് പിന്നെ താമസിക്കാൻ പാടില്ല. എമിഗ്രേഷൻ വേണ്ട, എമിഗ്രേഷൻ്റെ കാര്യം ചെയ്യുമോ, കസ്റ്റംസിൻ്റെ കാര്യം ചെയ്യുമോ, വിഴിഞ്ഞം പോർട്ട് അതോറിറ്റി അവരുടേതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. കാരണം പോർട്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല, ശരിയാണ്. ട്രാൻസ്ഷിപ്മെൻറ്റ് വരുന്നുണ്ട്, അവിടെ വന്നിട്ട് കപ്പൽ ഇതുണ്ട്, ഇത്രയും കപ്പൽ വന്നു, ഇത്രയും കപ്പൽ പോയി, ഇത്രയും സ്റ്റാറ്റിസ്റ്റിക്സ് പറഞ്ഞു. സ്റ്റാറ്റിസ്റ്റിക്സ് കേൾക്കാൻ വേണ്ടിയല്ലോ കേരളത്തിലെ ജനങ്ങൾ പോർട്ടുണ്ടാക്കിയത്, അല്ലെങ്കിൽ അതിനുവേണ്ടി മുല്ലൂരെ ജനങ്ങൾ അവരുടെ സ്ഥലം വിട്ടുകൊടുത്തത്, വിഴിഞ്ഞം നിവാസികൾ ഇതിനു വേണ്ടി ചെയ്തത്, കേരളത്തിലും ആഗോള തലത്തിലും ഇതിനുവേണ്ടിയുള്ള മുറവിളി കൂട്ടിയത്. അത് നമുക്ക് തുറമുഖം ഈ നാടിൻ്റെ വളർച്ചയ്ക്ക് വേണം എന്നുള്ള തരത്തിലേക്ക് ജനങ്ങൾക്കത് പ്രയോജനപ്പെടണം എന്നുള്ള തരത്തിലേക്കാണ്. അത് നീണ്ടു പോകുന്നത് ശരിക്കും നിരാശകരമാണ്. ഈ നിരാശയ്ക്ക് പിന്നാലെ തന്നെയാണ് നമ്മുടെ മുഖ്യമന്ത്രി ബഡ്ജറ്റിൽ മിഷൻ സമുദ്ര പ്രഖ്യാപിക്കുന്നത്. അത് പ്രതീക്ഷ നൽകുന്നതാണ്. തീർച്ചയായിട്ടും. അതായത് കേരളം ഒരു ചരിത്രത്തിലേക്ക് വീണ്ടും മാറുകയാണ്. കേരളത്തിന് നീണ്ടകാലത്തെ മാരിടൈം ചരിത്രമുള്ള ഒരു കാലമായിരുന്നു. ആ ചരിത്രം നമുക്ക് ഇടയ്ക്ക് കൈവിട്ടുപോയി. അത് വിഴിഞ്ഞ തുറമുഖത്തിൻ്റെ പ്രവർത്തനത്തോടു കൂടി നമ്മൾ ഒരു പരിധി വരെയും റീസ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഗവൺമെൻറ് അതായത് കേരള സമുദ്ര മിഷൻ എന്നുള്ള തരത്തിലേക്ക് അവതരിപ്പിച്ചിരിക്കുന്ന ബഡ്ജറ്റ് വളരെ ഹോംവർക്ക് നൽകി വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു ബഡ്ജറ്റാണ്. അതിനകത്തിൽ ഒരു സംശയം വേണ്ട. പക്ഷേ അതിനെയും ഈ പറയുന്ന തരത്തിലേക്ക് ഗവൺമെൻറ്റും ഒപ്പം അതേ അളവിലും അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഉത്തരവാദിത്വത്തിലും ജനങ്ങളും അതിനെ ഏറ്റെടുത്താൽ മാത്രമേ സമുദ്ര മിഷനോ അല്ലെങ്കിൽ മാരിടൈമുമായിട്ട് ബന്ധപ്പെട്ട ഓപ്പർച്യൂണിറ്റി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം തന്നെ ഈ ബഡ്ജറ്റിനകത്തിലെ മിക്കവാറുമുള്ള പല ഘടകങ്ങളെയും കണക്ട് ചെയ്തിട്ടുണ്ട്. വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നല്ല ഫോർകാസ്റ്റിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്ലാൻ ഉണ്ടാക്കിയാണ് ആ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. നല്ല കാഴ്ചപ്പാടുണ്ട്. ഓരോ സ്ഥലത്തെ കണക്ടിവിറ്റിയെ എങ്ങനെ കൊണ്ടുവരണം, കോസ്റ്റൽ മേഖലയെ എങ്ങനെ കണക്ട് ചെയ്യണം, കോസ്റ്റൽ ടൂറിസത്തെ എങ്ങനെ ചെയ്യണം, തീരദേശ ജനതയ്ക്ക് റിസർവേഷൻ എങ്ങനെ കൊടുക്കണം, കടലിൻ്റെ വിവിധ തരത്തിലുള്ള റിസോഴ്സുകളെ ഉപയോഗിക്കുമ്പോൾ തന്നെ പരിസ്ഥിതി മലിനീകരണം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം,
അന്താരാഷ്ട്ര തലത്തിലേക്ക് ബ്ലൂ എക്കോണമി അല്ലെങ്കിൽ സമുദ്ര എക്കോണമി പറഞ്ഞിട്ടുള്ളതിൻ്റെ പശ്ചാത്തലത്തിനെ കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആണ് ഇത് ചെയ്തിരിക്കുന്നത്. മറ്റൊരു സൈഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അക്കാഡമിക് അതിനാവശ്യമായിട്ടുള്ള സ്കില്ലിംഗ് കൊടുക്കുമെന്ന് പറയുന്നു. അത് ഗ്രാമം തൊട്ടിട്ട് അതായത് ലെജിസ്ലേച്ചർ വരെയും അതിനാവശ്യമായിട്ടുള്ള സ്കില്ലിംഗ് അത്തരത്തിലേക്കുള്ള വിദ്യാഭ്യാസം അവയർനെസ് വേണ്ടെടുത്ത് അത് കൊടുക്കും എന്നുള്ള കാര്യത്തിലേക്ക് പറയുന്നു. സ്ത്രീകൾക്ക് പ്രത്യേക തരത്തിലേക്കുള്ള എഡ്യൂക്കേഷനകത്തിലേക്ക് അറേഞ്ച് ചെയ്യുമെന്ന് പറയുന്നു. കൊച്ചിയിലെ ഒരു അന്താരാഷ്ട്ര തലത്തിലേക്കുള്ള അതായത് ഒരു കോൺഫറൻസ് സെൻറ്റർ, അതായത് ലോകരാജ്യത്തെ അട്രാക്റ്റ് ചെയ്യത്തക്ക തരത്തിൽ ലോകരാജ്യങ്ങളിൽ നിന്നും ഇവിടെ എത്തുന്ന ഇൻവെസ്റ്റേഴ്സിനായാലും ശരി, അല്ലെന്നുണ്ടെങ്കിൽ എക്സ്പോർട്ടേഴ്സിനായാലും ഇമ്പോർട്ടേഴ്സിനായാലും അല്ലെങ്കിൽ ഷിപ്പിംഗ് കമ്മ്യൂണിറ്റിക്ക് ഒരു അന്താരാഷ്ട്ര നിലവാരത്തിൽ കിട്ടാവുന്ന കോൺഫറൻസ് സെൻറ്റർ ഉണ്ടാക്കും എന്നുള്ള കാര്യം പറഞ്ഞു. അതൊരു വലിയ കാര്യമാണ്. മാരിടൈം IT-യെ ഡെവലപ്പ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട സ്മാൾ സ്കെയിൽ, മീഡിയം സ്കെയിൽ, ലാർജ് സ്കെയിലായിട്ടുള്ള ഇൻഡസ്ട്രിക്ക് വേണ്ട തരത്തിലേക്കുള്ള സപ്പോർട്ട് കൊടുക്കും എന്നുള്ള കാര്യം പറഞ്ഞു. കാരണം അടിസ്ഥാനപരമായിട്ട് നമ്മൾ നോക്കിയാൽ ഒരു പോർട്ട് നമ്മൾ നിർമ്മിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഗ്രാമം തൊട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രോഡക്റ്റുകളും നമ്മുടെ സ്ഥലത്തേക്ക് പ്രോഡക്റ്റുകളെ അല്ലെങ്കിൽ റോ മെറ്റീരിയലിനെ കൊണ്ടുവന്ന് അതിനെ വാല്യൂ ആഡഡ് പ്രോഡക്റ്റാക്കി ഇന്ത്യയുടെ വിവിധ അല്ലെങ്കിൽ നാഷണൽ ട്രേഡിൻ്റെ ഭാഗമായിട്ടും അന്താരാഷ്ട്ര ട്രേഡിൻ്റെ ഭാഗമായിട്ടും എത്തിക്കുവാനും ഒപ്പം ടൂറിസത്തെ ഡെവലപ്പ് ചെയ്യുവാനും വേണ്ടിയാണ് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യപ്പെടുന്നത്. അപ്പം അതിനാവശ്യമായിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിനെയും ഒരു ഒറ്റ ദിവസം കൊണ്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റുന്നതല്ല. അത് ആ പറയുന്ന ഇൻഗ്രീഡിയൻസിനെ എല്ലാം മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ പറയുന്ന ഇത് ചെയ്തിരിക്കുന്നത്. അടുത്ത എനിക്കതിനകത്തിൽ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട വേറൊരു കാര്യം, കൊച്ചിയിൽ ഒരു ഒന്നാന്തരം മാരിടൈം മ്യൂസിയം തുടങ്ങും എന്നുള്ള കാര്യം പറഞ്ഞു. ആ മാരിടൈം മ്യൂസിയം എന്നുള്ളതിനെക്കുറിച്ച് മ്യൂസിയം എന്നുള്ളതിന് മാത്രമായിട്ടുള്ള വാക്കിലല്ല, അതൊരു റിസർച്ച് സെൻറ്റർ കൂടെ ആയിരിക്കും, അതൊരു ടൂറിസത്തിൻ്റെ സെൻറ്റർ കൂടെ ആയിരിക്കും. അത് ഇന്ത്യയുടെ മാരിടൈം ചരിത്രം മാത്രമല്ല ലോകത്തിൻ്റെ മാരിടൈം ചരിത്രവും അതിനകത്തിലേക്ക് ഉൾപ്പെടുത്തും എന്ന് പറഞ്ഞു. അപ്പം അതൊരു ദീർഘമായ ഒരു വീക്ഷണമാണ്. കാരണം ലോകം മൊത്തം വ്യാപിച്ചു കിടക്കപ്പെടുന്ന ഒരു വലിയ വ്യവസായമാണ് മാരിടൈം എന്ന് പറയുന്നത്. അപ്പം അതിനെ കുറിച്ച് പഠിക്കാനുള്ള റിസർച്ച് സെൻറ്റർ ആകുമ്പോൾ നമുക്ക് ലോകത്തു നിന്നുള്ള ഈ റിസർച്ച് സ്കോളേഴ്സിനെയും വിദ്യാർത്ഥികളെയും മറ്റുള്ളവരെയും നമുക്ക് ചരിത്രകാരന്മാരെയൊക്കെ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അതൊരു ടൂറിസം സെൻറ്റർ ആകണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിനകത്തിൽ ഒപ്പം തന്നെ നമുക്ക് ഒരു മ്യൂസിയം എന്ന് പറയുമ്പം ഒത്തിരി കാണാനും കേൾക്കാനും ഒക്കെയുള്ള ഒരുപാട് അവസരങ്ങളുണ്ടല്ലോ. അപ്പം അതൊക്കെ വളരെ സുദീർഘമായിട്ടുള്ള നല്ല കാഴ്ചപ്പാടായിട്ടാണ് എനിക്ക് അതിനെ കാണാൻ. അപ്പം ആ കേരള മിഷൻ നമ്മൾ നടപ്പിലാക്കി നമുക്ക് എടുക്കണം എങ്കിൽ നമ്മൾ വിഴിഞ്ഞം തുറമുഖം, അതായത് ഈ മെഗാ പോർട്ടും കേരളത്തിൻ്റെ കീഴിൽ വരുന്ന നോൺ മേജർ തുറമുഖവും കൊച്ചിയിലുള്ള മേജർ പോർട്ടും നമ്മുടെ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലും കൊച്ചിൻ ഷിപ്പ് യാർഡും ഇവരാരും അങ്ങോട്ടും ഇങ്ങോട്ടും അന്യരല്ല. ഇവരെ ഓരോരുത്തരും പരസ്പരം സഹോദരങ്ങൾ ആണെന്നും മാരിടൈമിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഫിഷറീസും ടൂറിസവും ഇൻഡസ്ട്രിയും എഡ്യൂക്കേഷനും അഗ്രികൾച്ചറും മാരിടൈം ട്രാൻസ്പോർട്ടേഷനും അതിൻ്റെ സ്കില്ലിങ്ങും ഇതിനെ ഒന്ന് ചേർത്ത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റിയാൽ മാത്രമേ നാം ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒപ്പം തന്നെ ഗവൺമെൻറ്റുകളിലെ ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിൽ ഉള്ള ലൈസണിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് വിസിലും പോർട്ട് ട്രസ്റ്റും ഷിപ്പിംഗ് മാരിടൈം ബോർഡും ഇവരെല്ലാവരും ചേർന്നിട്ട് ഒറ്റ ഒരു ശരീരം എന്ന തരത്തിലേക്ക് പോകണം. അടുത്തതായിട്ട് കാലഘട്ടത്തിന് ആവശ്യമായിട്ട് നമ്മളുടെ മാരിടൈം ബോർഡിൻ്റെ ആക്ട് മാറ്റി എഴുതണം. 10 വർഷമായി നമ്മൾ മാരിടൈം ബോർഡ് ആക്ട് കൊണ്ടുവന്നിട്ട് നോൺ മേജർ തുറമുഖങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി 10 വർഷത്തെ ആക്ട് വെച്ചുകൊണ്ട് നടത്തിയ പ്രവർത്തനങ്ങളെ ഗവൺമെൻറ് ഏറ്റവും അടിയന്തരമായിട്ട് പരിശോധനയ്ക്ക് വിധേയമാക്കണം. എന്തെല്ലാം കാര്യങ്ങൾ, കാരണം നമ്മളൊരു പുതിയ ചരിത്രത്തിലേക്ക് നടന്നു നീങ്ങാൻ വേണ്ടിയാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ നടന്നിരിക്കുന്നത്, എവിടെയൊക്കെയാണ് നമുക്ക് കുറവുകളുണ്ടായത്, നമ്മുടെ പ്രവർത്തനങ്ങളിൽ മേന്മകളുണ്ടായത്, ആരെയും കുറ്റപ്പെടുത്താനോ ഒന്നിനുമല്ല, മേന്മകളുണ്ടായത്. എഴുതി വച്ചിരിക്കുന്ന നിയമത്തിനകത്തിലോ റൂൾസിലോ റെഗുലേഷനിലോ പാകപ്പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടോ, നമ്മൾ കൊടുത്തിരിക്കുന്ന കോൺട്രാക്റ്റിലോ നമുക്ക് കിട്ടിയിരിക്കുന്ന കോൺട്രാക്റ്റിലോ മറ്റു തരത്തിലേക്കുള്ള. അപ്പം ഈ പറയുന്ന മാരിടൈം നിയമങ്ങൾ, റൂൾസ്, റെഗുലേഷൻസിനെ മോഡിഫൈ ചെയ്യണം.
വിസിലിൻ്റെ പ്രവർത്തനത്തെ നമ്മൾ, കാരണം വിഴിഞ്ഞം പോർട്ടിൻ്റെ പ്രവർത്തനത്തെ എങ്ങനെയൊന്നും ആയിരുന്നു, അതും ഇപ്പം നോക്കൂ, 2015 നമ്മൾ തുടങ്ങിയ പ്രവർത്തനം 2026 ആകുമ്പോൾ ഏകദേശം 10 വർഷമാകുന്നു. ഇന്നലകളുടെ ചരിത്രത്തെ കൃത്യമായ ഒരു ശാസ്ത്രീയ പഠനവും കൂടെ നടത്തിയിട്ട് വേണം നാളെ ഈ സമുദ്ര മിഷനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ. അവിടെയാണ് പ്രതീക്ഷകൾ അല്ലെങ്കിൽ ശാസ്ത്രീയമായ ഇംപ്ലിമെൻറ്റേഷൻ നടത്താനും വിജയം കൈവരിക്കാനും പറ്റുന്നത്.